ആദ്യം നമ്മൾ റെസ്ക്യൂ ആക്ടിവിറ്റീസ് പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ആൾക്കാരെ രക്ഷിക്കുന്ന ഇപ്പം NDRF തന്നെ ഏതാണ്ട് 100 കണക്കിന് ആൾക്കാരെ രക്ഷിച്ചു. ആർമി 100 കണക്കിന് ആൾക്കാരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇവിടുത്തെ ഫയർഫോഴ്സുകാർ രക്ഷപ്പെടുത്തുന്നു. ആ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആൾക്കാരെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രഖ്യാപിച്ചല്ലോ, 2 ലക്ഷം രൂപ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. 50,000 രൂപ പരിക്ക് പറ്റിയവർക്കും അത് പ്രഖ്യാപിച്ചു. അല്ല, ഇത് ഈ റെസ്ക്യൂ ഇപ്പോഴുള്ള ശ്രദ്ധ മുഴുവൻ ഇതിലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് അതിനെപ്പറ്റി ചർച്ച ചെയ്യും. ഇല്ല, അവർ ഫീൽഡിലാണ്. ഞാൻ ബന്ധപ്പെട്ടിരുന്നു, അവർ ഫീൽഡിലാണ്. 8 മണിക്ക് ഒരു യോഗം ഇപ്പം നടക്കുന്നുണ്ട്. അത് NDRFൻ്റെയും അതുപോലെ തന്നെ ആർമിയുടെയും മറ്റ് ഓഫീസേഴ്സ് ചീഫ് സെക്രട്ടറി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. രാത്രിയിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് തുടരണമോ വേണ്ടയോ, അതുപോലെ തന്നെ കാലാവസ്ഥ സംവിധാനത്തിൻ്റെ കാരണം ഈ മഴ പെയ്യാനുള്ള സംവിധാനം കാര്യം കൊണ്ടോ എന്നുള്ള മീറ്റിംഗ് ഇപ്പം നടക്കും. അതായത് അവരുടെ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ, ആ രീതിയിലുള്ള എങ്ങനെയാണെന്നുള്ളത്. അല്ല, അതിനുള്ള ഡയറക്ഷൻ സ്റ്റേറ്റിൽ നിന്ന് കൊടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്റ്റേറ്റിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിനുള്ള നിർദ്ദേശം പോയി എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അല്ല, അതിപ്പോൾ ഇത് നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻസിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് കംപ്ലീറ്റ്. അപ്പോൾ അത് ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളതാണ്. 100 കണക്കിന് ആൾക്കാരെ രക്ഷിച്ചിരിക്കുന്നു. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഒത്തിരി ആൾക്കാർ മിസ്സിങ്ങും ആയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തും. അതെ, അവർ ഈ ബെയിലി ബ്രിഡ്ജസ് കൊടുക്കുന്നതിൻ്റെ സാങ്കേതിക നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും പിന്നെ അവരുടേതായിട്ടുള്ള സാങ്കേതിക കാര്യങ്ങൾ നേവിയും ആർമിയും എയർഫോഴ്സും ഒക്കെ പലപ്പോഴും ഈ ഇവർ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിനും അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനും ഒക്കെ അത് ഉപയോഗിക്കാം. ഏതാണ്ട് എല്ലാവരും എത്തിക്കഴിഞ്ഞല്ലോ. അതിൻ്റെ 1-2 കോളംസ് അഡീഷണലായിട്ടുള്ളത് വരാനുള്ളൂ. ഇപ്പം ഇത് ഡൽഹിയിൽ നിന്നുള്ളത് അവർ 4 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അത് ഫ്ലൈറ്റ് എയർലിഫ്റ്റ് ചെയ്യുന്നതാണ്. അത് ഇന്ന് ഇപ്പോൾ രാത്രിയിലെത്തും. ബാക്കിയുള്ളതെല്ലാം തന്നെ എത്തിയിട്ടുണ്ടാവും. എങ്ങനെ? അതായത് നിരന്തരമായിട്ട് 24 hours നടക്കുകയാണ്. മോണിറ്റർ ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. അമിത്ഷാജിയാണ് അതിൻ്റെ ഡയറക്ഷൻസ്. NDRF അതുപോലെ തന്നെ CRPF അങ്ങനെയുള്ളതിനെല്ലാം കൊടുക്കുന്ന സംവിധാനം. ബാക്കിയുള്ളതെല്ലാം പ്രധാനമന്ത്രിയാണ് മോണിറ്റർ ചെയ്യുന്നത്. അതുകൊണ്ടുണ്ട് എല്ലാ ദിവസവും അല്ല, എല്ലാ മണിക്കൂറുകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരിട്ട് 24 മണിക്കൂർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒരു അതെ.